ശ്രീ പി എം നാരായണൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ പി എം നാരായണൻ, പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ ശക്തമായ മറുപടി നൽകും. അത് നയതന്ത്ര തലത്തിൽ ഒതുങ്ങുന്നത് മാത്രമാകില്ല എന്നതിന്റെ വ്യക്തമായ സൂചനകളായിരുന്നു ഇന്നലെ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ. ഒരു മിലിറ്ററി ഓപ്പറേഷൻ ഉണ്ടാകും എന്നതിന്റെ വ്യക്തമായ സൂചനകളായി അതിനെ പലരും വ്യാഖ്യാനിക്കുകയും ചെയ്തു. ഇന്നിപ്പോൾ ഖ്വാജ ആസിഫും ഇഷാഖ് ദാറും ഒക്കെ പ്രകോപനപരമായ അവരുടെ പ്രസ്താവനകൾ നടത്തുന്നതും നമ്മൾ കാണുന്നു. ഭീകരപ്രവർത്തനങ്ങൾക്ക് പിന്നിലുള്ള പങ്ക് എന്താണ്, പാകിസ്ഥാന്റെ പങ്ക് എന്ന് കൂടുതൽ വെളിവാവുകയാണ്. പഹൽഗാമിൽ നരനായാട്ട് നടത്തിയവരെ സ്വാതന്ത്ര്യ സമര സേനാനികളോട് ഉപമിക്കുന്നു. ഇതൊക്കെ കൂടുതൽ പ്രകോപനം സൃഷ്ടിക്കുകയാണോ? ഒരു സൈനിക നടപടി എന്നത് അനിവാര്യമാക്കുന്നു, അല്ലെങ്കിൽ അതിലേക്ക് കൂടുതൽ കൊണ്ടുചെന്നെത്തിക്കുന്നുണ്ടോ പാകിസ്ഥാന്റെ ഈ പ്രകോപനങ്ങൾ? ഈ ഭീകരവാദികളെ സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന് വിളിക്കുന്നത് പാകിസ്ഥാന്റെ ഒരു പാരമ്പര്യമാണ്. അതായത് മുഷറഫിന്റെ കാലത്തും അതിനു മുമ്പും തുടങ്ങിയതാണത്. അതായത് കാർഗിൽ യുദ്ധത്തിന്റെ സമയത്ത് അവിടെ വന്നതെല്ലാം സ്വാതന്ത്ര്യ സമര സേനാനികളാണെന്ന് മുഷറഫ് പറഞ്ഞിട്ടുണ്ട്. ഇനി ബോംബെയിൽ വന്ന് അറ്റാക്ക് ചെയ്തതും സ്വാതന്ത്ര്യ സമര സേനാനികളാണ്. അപ്പൊ അതുകൊണ്ട് അതിന് വലിയ കാര്യമാക്കേണ്ട കാര്യമില്ല. എനിക്ക് തോന്നുന്നു ഒരു എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള ഒരു അറ്റാക്ക്, ഒരു ഫ്രണ്ടൽ അറ്റാക്ക് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാനുള്ള സാധ്യത ഞാൻ വളരെ കൂടുതലായിട്ട് കാണുന്നില്ല. അതിനുള്ള 2-3 കാരണങ്ങൾ ഞാൻ പറയാം. ഒന്ന്, അത്തരത്തിലുള്ളൊരു ആക്രമണത്തിന്റെ ആവശ്യമില്ലാതെ തന്നെ പാകിസ്ഥാനെ മെരുക്കിയെടുക്കാൻ തക്കവണ്ണം ഇന്ത്യ വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. പാകിസ്ഥാൻ ഇപ്പോഴും നിൽക്കുന്നത് 2000-ലും അല്ല 2002-ലൊക്കെയാണ്. അതായത് മറ്റേ പാർലമെന്റ് അറ്റാക്കിന്റെ സമയത്തോ അല്ലെങ്കിൽ ബോംബെ അറ്റാക്ക് ചെയ്ത സമയത്തുള്ള ഒരു ഇന്ത്യയാണ് പാകിസ്ഥാൻ ഇപ്പോഴും കാണുന്നത്. പക്ഷെ ഇന്ത്യ അതിൽ നിന്നെല്ലാം ഒരുപാട് നടന്ന് ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു എക്സ്പ്ലിസിറ്റ് അറ്റാക്ക് ഇല്ലാതെ തന്നെ പാകിസ്ഥാനെ മെരുക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടൂൾസും ടെക്നിക്സും ഇന്ത്യയുടെ കൈവശം ഇപ്പോൾ അവൈലബിൾ ആണ്. അതിനുള്ള ഏറ്റവും വലിയ ഒരു ആയുധമാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചത് ഈ സിന്ധു നദീജല കരാർ സസ്പെൻഡ് ചെയ്തത്. അതായത് വെള്ളം എന്നുള്ളത് പാകിസ്ഥാനെ സംബന്ധിച്ചും വലിയ ഒരു പ്രതിസന്ധിയാണ്. അവിടെ പ്രത്യേകിച്ചും പഞ്ചാബ് സിന്ധ് മേഖലയിൽ വെള്ളത്തിന്റെ ദൗർബല്യം വന്നു കഴിഞ്ഞാൽ മൊത്തം അവരുടെ അഗ്രികൾച്ചർ സിസ്റ്റം പ്രശ്നങ്ങളാവും. ഇത് വലിയൊരു ആയുധമാണ്. ഇത് കൂടാതെ തന്നെ ഇപ്പം പാകിസ്ഥാനിലെ ഇന്റേണൽ പൊളിറ്റിക്സ് വളരെ കുത്തഴിഞ്ഞ് കിടക്കുകയാണ്. പാകിസ്ഥാൻ ഒരു കാലത്ത് പാകിസ്ഥാന്റെ പടിഞ്ഞാറൻ ബോർഡറിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം താലിബാൻ അവരുടെ സുഹൃത്തുക്കളായിരുന്നു, എല്ലാം ഭായി ആയിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. താലിബാൻ ഭായി അല്ല. അതായത് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ വന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല, നമുക്കെല്ലാം സുഖമായി ജീവിക്കാം എന്നുള്ളത് കരുതിയിരുന്ന പാകിസ്ഥാൻ ഇപ്പം ഭയങ്കര പ്രശ്നത്തിലാണ്. പാകിസ്ഥാന്റെ വെസ്റ്റേൺ പടിഞ്ഞാറൻ ബോർഡർ മുഴുവൻ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ബലൂചിസ്ഥാനിൽ നടന്ന് നമ്മളെല്ലാവരും കണ്ടതാണ്. ഒരു തീവണ്ടിയാണ് റാഞ്ചി കൊണ്ടുപോയത്. ഖൈബർ പഖ്തൂൺഖ്വയിൽ നടക്കുന്ന നമുക്കറിയണം. തെഹരീക്കെ താലിബാൻ പാകിസ്ഥാൻ എന്നൊരു സാധനമുണ്ട്. അത് പാകിസ്ഥാൻ ആർമിയുടെ ബദ്ധശത്രുക്കളാണ്. എന്ന് വെച്ചാൽ പാകിസ്ഥാനകത്തുള്ള ഇന്റേണൽ വൈരുദ്ധ്യങ്ങളെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതേ സംഗതിയാണ് നമ്മൾ പാകിസ്ഥാൻ വളരെ കാലമായിട്ട് 10-70 കൊല്ലമായിട്ട് ഇന്ത്യക്കെതിരെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഒരു എക്സ്പ്ലിസിറ്റ് യുദ്ധം 1971 ശേഷം പാകിസ്ഥാന് ഇന്ത്യക്കെതിരെ ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതൊന്നും അവർ പഠിച്ചതാണ്. എന്ത്, ഇന്ത്യക്കെതിരെ ഒരു മിലിറ്ററി ഓപ്പറേഷനിലൂടെ ജയിക്കാൻ സാധ്യമല്ല. അപ്പൊ എന്താണ് പറഞ്ഞത്? നമ്മൾ 1000 കട്ടുണ്ടാക്കി അതിൽ നിന്നെല്ലാം ചോര വാർന്നൊഴുകി ഇന്ത്യയെ കൊല്ലാൻ വിടുക എന്നുള്ളതാണ്. ഇതേ തന്ത്രം തിരിച്ചുപയോഗിക്കാൻ പറ്റുന്ന തരത്തിൽ വളർന്നു കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യ ഇന്ന്. അതിന്റെ ഒട്ടനവധി സാധ്യതകളുണ്ട്. ഞാൻ ഇത് തന്നെ പറയാൻ പറ്റും. ഇപ്പൊ കാശ്മീരിലെ ഈ 370-ാം വകുപ്പ് മാറ്റിയതിനു ശേഷം കാശ്മീർ ഉണ്ടായിരുന്ന മാറ്റങ്ങൾ വലിയതാണ്. അപ്പൊ നമ്മളൊക്കെ പോയിട്ടുണ്ട് കാശ്മീരിൽ. ഞാൻ ഇതിന്റെ റിപ്പോർട്ടിങ്ങിനെല്ലാം ഇതിനു മുമ്പും 2005 മുതൽ 2000 മുതലേക്ക് പോകുന്നുണ്ട് അവിടെ. ഇപ്പൊ നമുക്ക് ഈ കഴിഞ്ഞ ഒരു 6-7 വർഷങ്ങളിൽ കാശ്മീരിലുണ്ടായ മാറ്റങ്ങൾ വളരെ വലുതാണ്. ഇപ്പം ഇന്നലത്തെ ആക്രമണത്തിന് ശേഷവും കാശ്മീർ താഴ്വരയിൽ ഇന്നലെ ഉണ്ടായിരുന്ന ബന്ദ് അത് വലിയൊരു സൂചനയാണ് നമുക്ക് നൽകുന്നത്. അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ നിലപാടിനെ അനുകൂലിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ വിക്ടിംസിനൊപ്പം ചേർന്ന് വന്നുകൊണ്ട് ആ കാശ്മീരി ജനത ഒറ്റക്കെട്ടായി നടത്തിയ ബന്ദ് എന്നുള്ളത് വലിയൊരു സൂചന നമുക്ക് തരുന്നുണ്ട്. കാരണം ഇത് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ടുള്ള നമുക്ക് നടക്കുന്നതാണ്. ആസാദി വിളിച്ചു നടന്ന പിള്ളേരാണ് അതെല്ലാം. നമുക്കറിയാവുന്ന ഒരു 5 വർഷം മുമ്പ്. കാരണം സാമ്പത്തികമായി വലിയ രീതിയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇപ്പം വന്ദേ ഭാരത് ട്രെയിൻ ശ്രീനഗർ വരെ എത്തുന്നുണ്ട്. ഇങ്ങനെ ആ മേഖലയിൽ വരുന്ന മാറ്റങ്ങളെ വരുന്നത് കൊണ്ട് തന്നെ ഈ കാശ്മീർ പ്രശ്നം എന്നത് പ്രശ്നമല്ലാതായി പോകുമോ എന്നുള്ള ഭയത്തും കൊണ്ടാണ് ഇത്രയും വീക്കായിട്ട് ടൂറിസ്റ്റുകളുടെ മേലെ പാകിസ്ഥാൻ വെടിവെച്ചത്.
അതല്ലാതെ വേറൊരു കാര്യമില്ല ഇതിനകത്ത്. കാരണം കാശ്മീർ പ്രശ്നത്തെ പ്രശ്നമാക്കി നിലനിർത്തുക എന്നുള്ളത് പാകിസ്ഥാന്റെ ആവശ്യമാണ്. കാശ്മീരി ജനത തന്നെ ഇതൊരു വലിയ പ്രശ്നമല്ലാതെ, അവർക്ക് വലിയ പ്രശ്നമല്ല എന്ന് തോന്നി തുടങ്ങുകയാണെങ്കിൽ ആ നിമിഷം പാകിസ്ഥാന്റെ ഈ എല്ലാ സ്ട്രാറ്റജിയും ഇല്ലാതാവും. ഇത് മാത്രവുമല്ല, ഇന്ത്യ ഇപ്പൊ തന്നെ വളരെ ആവർത്തിച്ച് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് ഇന്ത്യ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ്, പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീർ എന്നത് ഇന്ത്യയുടെ ഭാഗമാണ്. അത് ഇന്ത്യ മുൻപ് പറയുന്നതല്ല, ഇന്ത്യയുടെ പാർലമെന്റിൽ പാസ്സാക്കിയിട്ടുള്ള ഒരു കാര്യമാണത്. പക്ഷെ അത് വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങിയത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ ലണ്ടനിൽ നടന്ന പ്രസ് കോൺഫറൻസിൽ ജയശങ്കർ അതോട് ഒരു പാകിസ്ഥാനി ജേർണലിസ്റ്റിന്റെ ചോദ്യത്തിനായിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഓക്കെ, ഒരു അറ്റാക്ക്, ഒരു ഫ്രണ്ടൽ അറ്റാക്ക് അല്ലെങ്കിൽ അതിന്റെ ആവശ്യമില്ലാതെ തന്നെ പാകിസ്ഥാനെ മെരുക്കിയെടുക്കാനുള്ള കഴിവ് നമുക്കുണ്ട്. പക്ഷേ മേ ബി ചില അക്രമങ്ങൾ ഉണ്ടായിരിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ദേശത്ത് അത്രയും വലിയ ഒരു വൈകാരത്തിന്റെ വേലിയേറ്റം നടക്കുന്ന സമയത്ത് ചിലപ്പം ഭരണാധികാരികൾ അങ്ങനെ ചെയ്യാതിരിക്കാൻ പറ്റിയില്ല എന്ന് വരും. അതിനപ്പുറം കവിഞ്ഞ് നമുക്ക് ഈ ഇന്ത്യ പാകിസ്ഥാൻ ഒരു യുദ്ധത്തിലേക്ക് നീങ്ങുകയാണ് എന്നുള്ള തോന്നൽ ഉണ്ടെങ്കിൽ അത് അസ്ഥാനത്താണെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ